ഹായ് സാർ. ഹായ്. ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസമല്ലേ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന് വരുന്നുള്ളൂ. അതെ അതെ അതെ. അപ്പൊ എല്ലാവരും വളരെ അണ്ടർ പ്രഷർ സിറ്റുവേഷനിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യെസ് യെസ്. ഒരുപാട് ആസ്പിറൻസിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ ഇനി ഫൈൻ. ഇനിയിപ്പോ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 57 days ആണല്ലേ എക്സാം. എക്സാക്ട്ലി 57 ഡേയ്സ്. സോ അപ്പൊ മെയ് 25th UPSC CSC പ്രിലിംസ് എക്സാം സംഭവിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് ഈ ദിവസങ്ങളെ ടാക്കിൾ ചെയ്യേണ്ടത്? Yeah, exactly. That's a very good question. എനിക്ക് തോന്നുന്നു this is a common uh, dilemma situation for many aspirants appearing for this CSC prelims this year. ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അറൌണ്ട് 57 days are there for prelims examination. അപ്പോൾ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ, ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറേ പോർഷൻസ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ സ്റ്റാറ്റിക് ഏരിയാസ് ആയിരിക്കും, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. നമുക്കറിയാം പ്രിലിംസിന് 2 പേപ്പേഴ്സാണ്, GS പേപ്പറും CSAT പേപ്പറുമാണ്. ഈ GS പേപ്പറിൽ നമുക്കൊരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് നമുക്ക് ക്രോസ് ചെയ്തെങ്കിലേ GS പേപ്പർ ക്ലിയർ ചെയ്യുന്നുള്ളൂ. ഇനി CSAT ക്വാളിഫയിങ് ആയതുകൊണ്ട് തന്നെ ഒരു 33%, ഒരു 67 out of 200 നമുക്ക് എത്തിയേ പറ്റുള്ളൂ. നൗ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിവിഷൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടെസ്റ്റ് എടുത്ത് റിഫൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. സോ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ലാസ്റ്റ് 2 months എന്താണ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ ഇപ്പം വാട്ട് ഓൾ യു ഹാവ് ഡൺ ഫോർ ദിസ് മച്ച് ഡേയ്സ്, ഓൾമോസ്റ്റ് 1 year ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 70% ഓഫ് ദ സിലബസ് യു ഡൺ യു ഹാവ് ഡൺ. അത് ഹിസ്റ്ററി ആയിരിക്കാം, ജോഗ്രഫി ആയിരിക്കാം, പൊളിറ്റി ആയിരിക്കാം, എൻവയോൺമെന്റ് ആയിരിക്കാം, സയൻസ് ആയിരിക്കാം, കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 70% ഓഫ് ദ സിലബസ് യു വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. നോ, അറ്റ്ലീസ്റ്റ് അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് സൈഡ് എന്തെന്ന് വെച്ചാൽ, GS 100 ക്വസ്റ്റ്യൻസിന് ആക്യുറേറ്റ്ലി 50 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 100 മാർക്ക് വാങ്ങി. എന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻസിൽ 100 എണ്ണം അറ്റംപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒരു 50 ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 100 മാർക്ക് വാങ്ങി. സംതിങ് അറൌണ്ട് 90 to 100 അതായിരിക്കും മാക്സിമം കട്ട് ഓഫ്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന സബ്ജക്ട്സ്, അത് ഹിസ്റ്ററി ആയിരിക്കാം, ജോഗ്രഫി ആയിരിക്കാം, പൊളിറ്റി ആയിരിക്കാം, എൻവയോൺമെന്റ് ആയിരിക്കാം, സയൻസ് ആൻഡ് ടെക് ആയിരിക്കാം, കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ നല്ലോണം റിവിഷൻ ചെയ്യാൻ ശ്രമിക്കും. ദിസ് ഈസ് റൂൾ നമ്പർ 1. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിന് മൾട്ടിപ്പിൾ തവണ റിവിഷൻ ചെയ്ത് അതിൽ ഏറ്റവും എക്സൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതുവരെ പഠിക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഈ 70% നിങ്ങൾ അവിടെ ഇട്ടിട്ട് 30% പിന്നാലെ പോകുന്നത് വലിയൊരു ബ്ലണ്ടറാണ്. അപ്പോൾ 70% നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. അതിൽ നല്ലോണം റിവിഷൻ ചെയ്യുക, കൂടുതൽ മോക്കുകൾ എടുക്കുക, മൈക്രോ മോക്കും മാക്രോ മോക്കൊക്കെ ആയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ എടുക്കുക. അതിൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി വളരെ ഭംഗിയായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അലോങ് വിത്ത് ദിസ് ആപ്ലിക്കേഷൻ പാർട്ട്. സോ അതാണ് 1 thing. സോ ഐ വുഡ് സേ ദാറ്റ് പഠിച്ച കാര്യങ്ങൾ നല്ലോണം കോൺസെപ്ച്വലി ആക്കുക, മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻസ് കൊടുക്കുക, കൂടുതൽ മോക്കുകൾ എടുക്കുക. മോക്കുകൾ എടുത്ത് സ്വയം നമ്മൾ എന്താ പറയുക പയറ്റി തെളിയുക, അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളിലായിരിക്കണം ഇനി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഐ വുഡ് സേ ദാറ്റ് ഡെയിലി ഒരു മിനിമം ഒരു 25 to 50 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ആഴ്ചയിൽ 1-2 ഫുൾ ടെസ്റ്റുകൾ എടുക്കാം. ഈ പറയുന്ന ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഇതൊക്കെ ആയിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പല സ്ലോട്ടുകളായിട്ട് ഒറ്റ സ്ട്രക്ചറിൽ 24 hours കുത്തിയിരുന്ന് പഠിച്ച് നമ്മൾ എന്താ പറയുക ബെഡ് റിഡൺ ആവുന്ന അവസ്ഥ വരരുത്. പല സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം. സോ നമ്മുടെ ആണെങ്കിൽ ഇപ്പൊ പ്രിലിംസ് എഴുതുന്ന ഏറ്റവും കുട്ടികളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് CSAT എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും അർച്ചനയ്ക്ക് എങ്ങനെ തോന്നുന്നു? CSAT ഈസി ആണോ ടഫ് ആണോ എന്താണ്? അത് കുഴപ്പമില്ല സാർ, അത്യാവശ്യം ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് CSAT അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ പൊതുവെ ഉള്ള കുട്ടികളുടെ ഒരു കൺസേൺ ആണ് ഞാൻ പറഞ്ഞത്. CSAT വളരെയധികം പാടാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുന്നത്? നമുക്ക് ഇത് ഒരു അതിജീവനത്തിന്റെ കഥയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റത്തില്ല. സിമ്പിൾ. ഈ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, ആക്ച്വലി ഇവിടെ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ പല കുട്ടികളും ഈ എക്സാം ഹാളിൽ ചെന്നിട്ട് ഭയങ്കര പാനിക് ആയിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയവരായിരിക്കും.
എക്സാം ഹാളിൽ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും പാനിക് ആയിട്ടുള്ളതെല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരുപാട് പേരെ ഞാൻ പല വർഷങ്ങളിലും കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യുവർ കോൺഫിഡൻസ് മാറ്റേഴ്സ് എ ലോട്ട്. യുവർ കോൺഫിഡൻസ്, ബിക്കോസ് നിങ്ങൾ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. ടോട്ടലി ഏലിയൻ ക്വസ്റ്റ്യൻ, ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ചെയ്യാന്ന് വിചാരിക്കും, അതും ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. മൂന്നാമത്തെ ചെയ്യാൻ നോക്കുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അങ്ങനെ മേ ബി ആദ്യത്തെ ഒരു 5-10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പിടിയും തരാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യൂഷ്വലി ഒരു ശരാശരി ആസ്പിറന്റ് 10 ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും പിടിവിട്ട് പോകും. പിന്നെ ആകെ ഡെസ്പാവും, പാനിക് ആവും. ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും അയാൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരച്ച് ചെയ്യുന്ന എല്ലാം തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ 80 ക്വസ്റ്റ്യൻസിൽ നമുക്ക് കയറാനായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് മതി? സിസാറ്റിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 2.5 ആണ്. 80 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ടോട്ടൽ മാർക്സ് 200 ആണ്. അതിൽ നമുക്ക് ഈ UPSCന്റെ അതിനൊരു ക്വാളിഫയിങ് പേപ്പറായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ 67 മാർക്ക് മതി സത്യത്തിൽ. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ സിസാറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മാത്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ റീസണിങ് പാർട്ട് ഈസ് ദർ ആൻഡ് ദിസ് കോംപ്രിഹെൻഷൻ പാർട്ട് ഈസ് ദർ. ഇനി ഇതിൽ നിന്നെല്ലാം അത്യാവശ്യം ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോണ്ടിൽ നിന്നൊരു 30 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, റീസണിങ് ഒരു 20 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, കോംപ്രിഹെൻഷൻ വീണ്ടും ഒരു 30 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് എല്ലാം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, മാത്സ് എല്ലാം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് മാത്സിൽ. ഇപ്പോൾ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു വരുന്ന സാധനമാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ഇത് സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നതാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അതിനൊരു 15 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ പകുതി മൊഡ്യൂൾസിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ റീസണിങ്ങിലും സിലോജിസ് അടക്കം ഒരുപാട് ഏരിയാസ് റീസണിങ്ങിലും ഉണ്ട്, കുറേ മൊഡ്യൂൾസ് ഉണ്ട്. റെക്കറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻലി ആസ്ഡ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ഈ കോണ്ടിലും റീസണിങ്ങിലും കോംപ്രിഹെൻഷൻ. ഇപ്പോൾ കോംപ്രിഹെൻഷൻ എടുക്കും, 10-30 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇൻഫറൻസ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ സോർട്ട് ചെയ്യണം, ഇൻഫറൻസ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അസംഷൻ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ക്രാക്സ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ഊണ് കഴിക്കുമ്പോൾ കുറച്ച് അവിയൽ, കുറച്ച് സാമ്പാർ, കുറച്ച് പുളിശ്ശേരി, അല്ലെങ്കിൽ കുറച്ച് ഈ തോരൻ, ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഫീൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ കുറച്ച് മാത്സ്, കുറച്ച് റീസണിങ്, കുറച്ച് കോംപ്രിഹെൻഷൻ, ഒന്നിൽ മാത്രമായിട്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ട. ഇപ്പം മാത്സ് നിങ്ങൾ നോൺ മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോംപ്രിഹെൻഷൻ മാത്രം വേണ്ട. ഏത് നോൺ മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ്റിനും ഈസി ആയിട്ട് ചെയ്യാൻ പറയുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിസാറ്റിൽ, റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിസാറ്റിൽ, കോമൺ സെൻസ് മതി. അപ്പോൾ ഇതിന് മൂന്നിനെയും ബാലൻസ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 33% കരകയറാനുള്ള മാർക്ക് എന്തായാലും സിസാറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോംപ്രിഹെൻഷനിൽ, റീസണിങ്ങിൽ അല്ലെങ്കിൽ മാത്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതാണെന്നുള്ളത് തിരിച്ചറിയുക. അതൊരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആസ്പിറൻസിൻ്റെ സപ്പോർട്ടോട്, എക്സ്പെർട്ട് ആസ്പിറൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ ഏരിയാസിനെ നമ്മളൊന്ന് മാസ്റ്റർ ചെയ്യുക. മാക്സിമം പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളോണം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് മേക്ക് യുവർ സെൽഫ് ഫിറ്റ് ഫോർ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുക. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇത് ടഫ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, പലപ്പോഴും ലെങ്തി ആയിരിക്കും. അവിടെയാണ് പലപ്പോഴും മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് അടക്കം പെട്ടുപോകുന്നത്. അപ്പോൾ അതിന് ഉള്ള സൊല്യൂഷൻ സിമിലർ പാറ്റേണിലുള്ള ആ ഒരു സിമുലേറ്റഡ് ടെസ്റ്റ് എന്ന് പറയില്ലേ, അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് ആൻ എക്സ്പെർട്ട്. ഓക്കെ സാർ, ഇത്രയും നേരം നമ്മൾ അക്കാദമിക്സിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. പക്ഷെ സ്റ്റുഡൻസ് പേഴ്സണലി മെന്റലി അനുഭവിക്കുന്ന ഒരുപാട് പ്രഷർ ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാംസ് ആവാറായി, അപ്പൊ ഒരു ലാസ്റ്റ് മൊമെന്റ് ടെൻഷൻസ്, ആൻസൈറ്റീസ്, പേപ്പറിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു ഡിപ്രഷനൊക്കെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് സാർ നോക്കി കാണണ്ടേ? ഇത് ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു UPSC ആസ്പിറന്റിന് മാത്രമുള്ള ഒരു അവസ്ഥയല്ല. ഇപ്പൊ നമ്മള് പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം, പല കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികളുണ്ട്. UPSC മാത്രമല്ല, സ്റ്റേറ്റ് PSC എക്സാംസ് എഴുതുന്ന ആൾക്കാരുണ്ട്, 10ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്, ഇനി ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഇനി അതല്ലെങ്കിൽ എൻട്രൻസ് എക്സാംസ് എഴുതുന്നവരുണ്ട്. സോ എല്ലാവരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്.
ഇനി UPC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് ഒരിക്കലും 24/7 കുത്തിയിരുന്ന് പഠിച്ച് എഴുതിയെടുക്കേണ്ട ഒരു എക്സാം അല്ല, കാണാപ്പാടം പഠിച്ച് എഴുതിയെടുക്കേണ്ട ഒരു എക്സാം അല്ല. അത് നമുക്ക് പ്രിലിംസും മെയിൻസും അല്ലെങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ടോപ്പേഴ്സിന്റെ അപ്രോച്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ച് എഴുതിയാൽ കിട്ടുന്ന ഒരു പേപ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ നല്ലോണം റിട്ടൻഷൻ കപ്പാസിറ്റി ഉള്ള, നന്നായിട്ട് കാണാപ്പാടം പഠിക്കാം അല്ലെങ്കിൽ മഗപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെല്ലാം പാസ്സാവേണ്ടതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാം അല്ല ഇത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൊസൈറ്റീനെ തൊട്ടറിഞ്ഞ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നമുക്കൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. എക്സാമും ഇതിന്റെ സിലബസും ഇതിന്റെ ടോപ്പിക്സും നോക്കി ടെൻഷൻ അടിച്ച് പ്രഷർ അടിച്ച് നമ്മളൊരു മൂവിയിൽ എന്താ പറയുക കുത്തിയിരുന്നാൽ ഒരിക്കലും നമ്മളിത് ക്രാക്ക് ചെയ്യത്തില്ല. ഇപ്പം എനിക്കറിയാവുന്ന കുറേ സ്റ്റുഡൻസ് ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്തവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 7 മണിക്കോ അല്ലെങ്കിൽ രാത്രി 6 മണിക്കായിരിക്കും തിരിച്ചെത്തുന്നത്, ഈവനിങ് 6 മണിക്കായിരിക്കും തിരിച്ചെത്തുന്നത്. ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കും, വീട്ടിൽ വന്ന് കുക്കിങ്ങും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൊരു സമയത്തായിരിക്കും പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശരാശരി ഒരു 3-4 മണിക്കൂർ ഒരു ദിവസം അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് സ്റ്റിൽ ദേ ക്രാക്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ 24/7 ഇത് പഠിക്കാനുണ്ടല്ലോ, അത് പഠിക്കാനുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാനുണ്ടല്ലോ, നമ്മൾ ഫുൾ ടെൻഷൻ അടിച്ച് ഈ പേപ്പേഴ്സുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫിലോസഫി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം 100% പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. നമുക്ക് വേണ്ടതിൽ നമ്മൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ഈ സിലബസ് നമുക്കറിയാം, അതിൻ്റെ ഒരു 60-70% ഏരിയാസിൽ നമ്മൾ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പല സ്ലോട്ടുകളായിട്ട് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഏർലി മോർണിംഗിൽ എണീക്കുന്നവരാണെങ്കിൽ ഒരു 4 മണി തൊട്ട് 10 മണി വരെ പല സ്ലോട്ടുകൾ, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഫ്രഷപ്പ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സിൻ്റെ പല സ്ലോട്ടുകളായിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ടൈം നിങ്ങൾ റിലീവ് ചെയ്യുക. മേ ബി വീട്ടിൽ തന്നെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു കുറച്ച് സമയം ഫ്രഷ് ആവുക, ഫ്രീ ആവുക, റിലാക്സ് ആവുക. വീണ്ടും ഗോ ഫോർ ദീസ് 45 മിനിറ്റ് സ്ലോട്ട്സ്. ഇൻ ബിറ്റ്വീൻ ടേക്ക് സ്മോൾ ബ്രേക്സ്. സോ മാനേജ് ഇറ്റ്. നമ്മൾ എക്സാം എഴുതുന്നു എന്ന് ഓർത്തുകൊണ്ട് നമ്മളെ ആരും എന്താ പറയുക പിടിച്ച് തിന്നാൻ പോകുന്നൊന്നുമില്ല. ചിലർ പറയും, സാർ ഞാൻ എക്സാം എഴുതുന്നതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിവായി, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നില്ല, അച്ഛനമ്മേനെ വിളിക്കുന്നില്ല, ഫ്രണ്ട്സിനെ വിളിക്കുന്നില്ല, എല്ലാം കട്ട് ചെയ്തു. ആക്ച്വലി നോ നീഡ് ഫോർ ദാറ്റ്. കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വി ആർ ആക്ച്വലി സോഷ്യൽ ആനിമൽസ്. നോ, നമ്മൾ ഐസൊലേറ്റഡ് ആകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ തിങ്ങി വിങ്ങി നമ്മൾ ആകെപ്പാടെ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയാണ്. വിഷമം വരുമ്പോൾ നമുക്ക് സംസാരിക്കണം, സന്തോഷം വരുമ്പോഴും നമുക്കെന്താ വെച്ചാൽ അത് ഷെയർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരോട് ഈ പറയുന്നത് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ UPC ആസ്പിറൻസിനും ഞാൻ പറയുന്ന സൊല്യൂഷൻ ഇതാണ്. നിങ്ങൾ ആസ്പിറൻസ് ആണ് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ എക്സാം എടുക്കുന്നു എന്നതുകൊണ്ടോ നിങ്ങൾ ടോട്ടലി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിലേക്ക് കുടിയേറി പാർക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 3 മണിക്കൂർ നിങ്ങൾ ഇൻസ്റ്റയിൽ തോണ്ടി കളിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. അല്ലെങ്കിൽ ഈ 5 മണിക്കൂർ എന്നുള്ളത് നിങ്ങൾ ഒരു അരമണിക്കൂറിലേക്ക് കുറച്ചു കൊണ്ടുവരിക. ഇതാണ് വേണ്ടത്, ശരിയല്ലേ? ഒരുപാട് സമയം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ വീണ്ടും അതിന്റെ ഒരു എന്താ പറയുക, ആ ഒരു ഡ്യൂറേഷൻ കുറച്ചു കൊണ്ടുവരിക. കൂടുതൽ സമയം നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് തന്നെ പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഒരേ സ്ട്രെച്ചിൽ പോകണമെന്നും നിർബന്ധമില്ല. ഐ വുഡ് സേ ദാറ്റ് ഇപ്പം കണ്ടിന്യൂസ്ലി ഇരുന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വി ഫീൽ എക്സോസ്റ്റഡ്. അന്നേരം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇയർബഡ്സ് ഉണ്ട്. So you can just record the things, you can just listen, you can walk, you can do some activities, physical activities. Along with you can listen to this, you can learn it. ശരിയല്ലേ? ഇനി അതല്ലെങ്കിൽ you can do this mind mapping. Okay, there are different methods of approaching this preparation and revision part. ഒരേ ടോണിൽ തന്നെ പോകണം നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കണമെന്ന് നിർബന്ധമില്ല, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ വെരി ഈസി ആയിട്ടുള്ള, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വളരെ വളരെ കൂൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പ്രിപ്പറേഷൻ ഒരു പ്രഷർ കുക്കർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഈവെന്റിനേക്കാൾ ഉപരി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് ഈവന്റ് ആയിട്ട് നിങ്ങൾ തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കമ്പൈൻഡ് സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ പല രീതിയിൽ കമ്പൈൻഡ് സ്റ്റഡീസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി സർക്കിൾ അവർ ഹിസ്റ്ററിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡിബേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ദർ വാസ് സംതിങ് ഇൻ ദ സോഷ്യൽ മീഡിയ, ഔറംഗസേബ് വേഴ്സസ്
Shivaji, something like that. So you see that കുറേ contemporary issues are happening. അപ്പോൾ ഹിസ്റ്ററിയിലെ കുറേ കാര്യങ്ങൾ അവർ ഡിബേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പലരും പല ചർച്ചയിൽ എടുക്കുമ്പോൾ പല സാധനങ്ങളും അവർക്ക് ഈസിലി അവർക്ക് റിക്കോൾ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് മാറുന്നു. ഇപ്പം മുഗൾസിന്റെ ഒരു ക്രോണോളജി ആ ചർച്ചയിൽ പറഞ്ഞു പോകുമ്പോഴുള്ള പല കാര്യങ്ങളായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുദ്ധനും മഹാവീരനും അവരുടെ ഡിഫറൻസസും സിമിലാരിറ്റീസ് ഒക്കെ അവരെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴായിരിക്കും ചിലപ്പം നമുക്ക് തലയിൽ കത്തുന്നത്. സോ വാട്ട് ഐ സേ ദാറ്റ് ഡിബേറ്റ് സീരീസ് അതൊരു സൊല്യൂഷനാണ്. ഇനി അതല്ലെങ്കിൽ കഥ പറച്ചിലൊരു സൊല്യൂഷനാണ്. അതുപോലെ പല സംഭവങ്ങളും ഇപ്പം ഫോർ എക്സാമ്പിൾ പൊളിറ്റി ചിലർ പാർലമെന്ററി ഡിബേറ്റ്സ് ആയിട്ട് പഠിക്കുന്നവരുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, അതിൽ റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല രീതിയിൽ ഇതിനെ എൻജോയ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ്. സോ ദ തിങ് ഈസ് ദാറ്റ് എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഇത് ഈസി ആയിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ അതിനൊരു ഏലിയൻ ഏരിയ ആയിട്ട് കണ്ടിരിക്കും, ഇതെല്ലാം എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷനോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി മച്ച് ഡിഫിക്കൽട്ട്. മറ്റൊരു കാര്യം പ്രോപ്പറായിട്ട് ഉറങ്ങുക. ഇപ്പം നമ്മൾ പറയും എനിക്ക് ഉറക്കമില്ലെന്ന് പറയും, പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന ഫോണിൽ തോണ്ടിക്കളിച്ചിട്ടാണ് സമയം കളയുന്നത്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അപ്പം ഉറങ്ങുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. ആക്ച്വലി ഐ വുഡ് സേ ഒരു 4-5 മണിക്കൂർ മിനിമം, ഏറ്റവും കുറഞ്ഞത് 5-6 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണം. പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റണം. ഭക്ഷണം കഴിക്കലും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ടൈമിൽ വലിച്ചുവാരി അടിക്കുക എന്നുള്ളതല്ല, ലൈക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ കഴിക്കുക, വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെ കാരണം ചെറിയൊരു തലവേദന വന്നാലും ഡീഹൈഡ്രേറ്റഡ് ആയാലും യു സീ ദാറ്റ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് പ്രിപ്പറേഷനെയാണ്. ദ തിങ് ഈസ് ദാറ്റ് ബോഡി ഫിസിക്ക് വളരെ ഹെൽത്തി ആയിട്ടുണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്ന് നിങ്ങൾ ഇതിൽ സാച്ചുറൈസ്ഡ് ആയി കഴിഞ്ഞാൽ, ഇതിനോട് താല്പര്യമില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് മുന്നോട്ട് പോകത്തില്ല. അപ്പം ഓരോ ദിവസവും വളരെ മനോഹരമായിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഫൺ റൈഡ് ആയിട്ട് കൊണ്ടുപോവുക, അതിൽ ഈ പ്രിപ്പറേഷനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. സോ ഈ UPSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന പല കുട്ടികളും പറയുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഈ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് കുറഞ്ഞ മാർക്ക് കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്. അങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ എങ്ങനെയാണ് നടക്കാനും ഓടാനൊക്കെ പഠിക്കുന്നത്? ഫെയിലിയറിൽ നിന്നാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ പിച്ച വെച്ച് നടക്കുന്ന കാലത്ത് ഒരുപാട് തവണ നമ്മൾ വീഴും, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ചെന്നിരിക്കും, ഇവിടെ ചെന്നിരിക്കും, മുറിയും. യു സീ ദാറ്റ്. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു കുട്ടി ഒരിക്കലും ഈ പിന്നെ നടക്കാണ്ടിരിക്കാനോ പിന്നെ ഓടാണ്ടിരിക്കാനോ അല്ല ശ്രമിക്കുന്നത്. ശരിയല്ലേ? എത്ര വീണാലും വീണ്ടും അവിടുന്ന് എണീറ്റ് ഓടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. That is the same thing, same sense we have to apply here. നമ്മളൊരു വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പരാജയങ്ങളെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. തുടക്കത്തിലെ നമ്മൾ പെർഫെക്റ്റ് എന്താ പറയുക 100% എത്തണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ വി ആർ ഹ്യൂമൻ ബീങ്സ്. പോസിബിൾ അല്ല. കാരണം നമ്മൾ ലൈഫിൽ ഏത് ഫീൽഡിലും ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാലും ഇവരെല്ലാം ഒരുപാട് പരാജയങ്ങളിലൂടെ വിന്നർ ആയിട്ടുള്ള ആൾക്കാരാണ്. ശരിയല്ലേ? അത് വളരെ റെയറായിട്ട് എക്സെപ്ഷണൽ കേസസിൽ ചിലപ്പോൾ 1-2 പേര് സ്ട്രൈറ്റ് ഫോർവേഡ് വന്നു വിന്നറായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളൊരു ഒരു 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 ശരാശരി മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുപാട് റൗണ്ട്സ് പരാജയപ്പെട്ട് ആ പരാജയത്തിൽ നിന്ന് പഠിച്ച് കയറി വന്ന ആൾക്കാരാണ് ശരിക്കും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വിന്നേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ അർച്ചന വണ്ടി ഓടിക്കുന്നു, സ്കൂട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീപ്പ് ഓടിക്കുന്നു. മേ ബി ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നേരെ സോക്കോൾഡ് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ട്രാഫിക്കിൽ പോയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ശരിയല്ലേ? ചെറിയ ചെറിയ റോഡുകളിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഈ പറഞ്ഞ ട്രാഫിക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മെല്ലനെ ഓടിച്ച് പഠിച്ച് മെല്ലനെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറയുക റിയൽ എക്സാമിൽ നമ്മൾ വിന്നർ ആവണമെങ്കിൽ ഒബ്വിയസ്ലി മോക്ക് ടെസ്റ്റുകൾ അനിവാര്യമാണ്. UPSCൻ്റെ അതേ പാറ്റേണിലുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദെൻ വിജയം നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് കൂട്ടിയാൽ മതി. അതായത് മാർക്ക് കുറയും. ഇപ്പൊ ചില കുട്ടികളുടെ ഒരു മൈൻഡിന്റെ സെറ്റ് എന്ന് പറയുന്നത് അവര് CBSE അല്ലെങ്കിൽ ഈ പറയുന്ന ICC അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ചു വന്നവരായിരിക്കും. ചിലപ്പോൾ സ്കൂളിൽ അവർ ടോപ്പറായിരിക്കും, കോളേജിൽ അവർ ടോപ്പറായിരിക്കും, ചിലപ്പോൾ അവർ ഗോൾഡ് മെഡലിസ്റ്റോ
അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. ആ ഒരു മൈൻഡിൽ ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു പുതിയ സോക്കോൾ എന്താ പറയുക, ഒരു പുതിയ ഒരു അറീനയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പോർക്കളമാണ്. ഇവിടെ UPSCക്ക് ഈ പറയുന്ന ഗോൾഡ് മെഡലിസ്റ്റ് എന്നോ ആവറേജ് പെർഫോമർ എന്നോ യാതൊരു വകതിരിവും ഇല്ല, അല്ലെങ്കിൽ വേർതിരിവും ഇല്ല. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇവിടെ കാണാപ്പാടം പഠിച്ചു വരുന്നവരും അല്ലെങ്കിൽ കണ്ടു പഠിച്ചു വരുന്നവരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു തോട്ട് എന്ന് പറയുന്നത്, ഞാൻ സ്കൂൾ വിന്നറാണ്, അല്ലെങ്കിൽ ഞാൻ സ്കൂൾ ടോപ്പറാണ്, കോളേജ് ടോപ്പറാണ്, അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ മെയിൻസിലേക്ക് വരുവാണെങ്കിൽ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് നോക്കുക. മെയിൻസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വൈ ഓൾ എംപയർ ഷേക്കിംഗ് ബാറ്റിൽസ് വർ ഫോട്ട് അറ്റ് പാനിപ്പത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, മേ ബി നിങ്ങളുടെ കയ്യിൽ നല്ല കണ്ടന്റ് ഉണ്ടാവും, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാവും, നിങ്ങൾ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ടാവും. ഈ കണ്ടന്റ് എല്ലാം കൂടി ഡംപ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ കണ്ടന്റ് എല്ലാം വെച്ച് നിങ്ങൾ വലിയൊരു ഉപന്യാസം പോലെ എഴുതിയിട്ടുണ്ടോ? UPSCക്ക് അത് വേണ്ട. UPSC 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ 1-2 പേജിൽ എഴുതാൻ പറ്റുന്ന ആൻസർ മതി. ശരിയല്ലേ? അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, അതിനൊരു ബോഡി ഉണ്ടാവണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. ശരിയല്ലേ? ഒരു ക്രിട്ടിക്കൽ അനാലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഓരോ ആസ്പിരന്റിനും വേണ്ട സാധനമാണ്. അപ്പൊ ശരിക്കും അയാൾക്ക് നല്ലൊരു ഉൾക്കാഴ്ച ഉണ്ടാവണം, ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്തെന്ന് വെച്ചാല്, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻഫ്യൂരിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സസ് വെച്ചിട്ട് ടെസ്റ്റ് സീരീസിനെ അപ്രോച്ച് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ നല്ല പഠിപ്പിസ്റ്റ് ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പർ ആയിരുന്നായിരിക്കാം, പക്ഷേ ഈ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച രീതി UPSCന്റെ ഒരു തോട്ട് പ്രോസസ്സുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവില്ല. നമ്മുടെ എലിമിനേഷൻ ചിലപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം വാട്ട് വി ഹൗ ടു ഡു ഈസ് ദാറ്റ് ഇതെല്ലാം നമ്മൾ ഷെഡ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് എന്താ പറയുക, നമ്മുടെ പാസ്റ്റിൽ ഞാൻ അതായിരുന്നു ഇതായിരുന്നു അതൊന്നും വേണ്ട. ഇവിടെ യു ആർ ജസ്റ്റ് എ ബിഗിനർ ഇയർ. ആ ഒരു മൈൻഡ് സെറ്റിൽ എത്ര പരാജയപ്പെട്ടാലും എത്ര താഴെ പോയാലും, ചിലപ്പം 200 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 ആയിരിക്കും, ചിലപ്പോൾ മൈനസ് ആയിരിക്കും. ദാറ്റ് ഷുഡിൻറ്റ് ഹർട്ട് യുവർ ഈഗോ. Try to find out what is actually gonna, the problem with you. What is actually happened with you? Whether you understood the questions in a wrong way, whether your inference, your elimination couldn't work out, your time management was say failure, or failed to go for the multiple rounds of readings, or attempting lesser number of questions, whatever the issues, find out, sort it out. അപ്പം മോക്ക് ടെസ്റ്റുകളെല്ലാം ഇറ്റ്സ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ആ മൈൻഡ് സെറ്റിലെടുക്കുക. ഓരോന്നും നമുക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് മാത്രം അതിനെ കാണുക. ആ സെൻസിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഒരു ടെസ്റ്റ് ഞാൻ എടുത്തു, എനിക്കത് 100 ക്വസ്റ്റ്യൻസിൽ ഞാനൊരു 60 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ്, 80 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തില്ല, സമയം തികയാത്തതുകൊണ്ട്. ഇനി അറ്റംപ്റ്റ് ചെയ്തതിൽ 30 എണ്ണം ശരിയായി, 40 എണ്ണം തെറ്റി, അല്ലെങ്കിൽ 50 എണ്ണം തെറ്റി. നൗ ഫൈൻഡ് ഇറ്റ് ഔട്ട്. വൈ ഇറ്റ്സ് ഗോൺ റോങ്. പല റീസൺസോ, ഫാക്ച്വൽ എറേഴ്സ് ആയിരിക്കാം, കെയർലെസ്നെസ് ആയിരിക്കാം, കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ലായ്മയായിരിക്കാം, മേ ബി യുവർ എലിമിനേഷൻ കുഡിൻറ്റ് വർക്ക് ഔട്ട്. സോ പല റീസൺസ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അക്കോർഡിംഗ്ലി യു ഹൗ ടു റീഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ടു ദാറ്റ് ഏരിയ. കോർ സബ്ജക്ട്സ് ആണെങ്കിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ ഓരോ ടെസ്റ്റും നമ്മൾക്ക് കിട്ടുന്ന തിരിച്ചറിവുകളാണ്. ഓരോ സബ്ജക്റ്റിലും ഏരിയാസിലും ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്തു ചെയ്തില്ല, എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത്. അപ്പോൾ ഈ തിരിച്ചറിവിനാണ് നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത്. ഈ മോക്ക് ടെസ്റ്റ് എടുത്തെടുത്താണ് നമ്മൾ ശരിക്കും ആക്ച്വൽ എക്സാമിൽ ഈ കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക. മോക്ക് ടെസ്റ്റിന് ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇപ്പം എനിക്ക് എൻ്റെ മാർക്ക് മറ്റുള്ളവരെ കാണിച്ച് ഇമ്പ്രസ് ചെയ്യാനില്ല. ഉണ്ടോ? ഞാനൊരു ടെസ്റ്റ് എഴുതുന്ന ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവും, ആർക്കും എന്നെ അറിയത്തില്ല. ഇനി അറിഞ്ഞാൽ പോലും എൻ്റെ മാർക്ക് ഇത്രയും കുറവാണ് എന്നുള്ളത് വെച്ച് മറ്റൊരാൾ എന്നെ ചീത്ത വിളിക്കാനോ കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ആർക്കും സമയമില്ല. അവരവരുടെ കാര്യം അവർ നോക്കുന്നുള്ളൂ. നമ്മുടെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെയുള്ള ചില ചിന്തകളാണ്. ഇപ്പം എൻ്റെ മാർക്ക് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇതെന്താവും അതെന്താവും. സോ ഇതിനൊക്കെ ഓവർകം ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ ബലഹീനമായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുണ്ട്. അൾട്ടിമേറ്റ്ലി
യു ആർ എ വാറിയർ. യുദ്ധം ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്തിട്ട് വിന്നർ ആവണം. നമ്മൾ ഗുഹയിൽ പോയി വിളിച്ചാൽ നമ്മൾ വിന്നർ ആവത്തില്ല. റൈറ്റ്? ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ്. സാർ ഒരു ഹിസ്റ്ററി ഫാക്കൽറ്റി ആണല്ലോ. അപ്പൊ സാറിന്റെ ഏറ്റവും ഡൊമൈൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹിസ്റ്ററി. അതുപോലെ തന്നെ ഹിസ്റ്ററി UPSC ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ടെൻസ്ഡ് ആവുന്ന ഒരു ഏരിയയും കൂടിയാണ്, ക്രോണോളജിയും എല്ലാം ആലോചിച്ചിട്ട്. ഹിസ്റ്ററിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് സാറിന്റെ? ഹിസ്റ്ററി ഈസ് ഓൾവേസ്, ഐ വുഡ് സേ ദാറ്റ് ഹിസ്റ്ററി, നമ്മൾ ഇങ്ങനെ ചിന്തിക്കൂ, ഞാനൊരു ടൈം ട്രാവൽ ചെയ്യുന്നു, എൻ്റെ പാസ്റ്റിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു, ശരിയല്ലേ? ഞാനൊരു കുരങ്ങനായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രാചീന മനുഷ്യർ, എൻ്റെ മുൻഗാമികൾ, ശരിയല്ലേ, കാട്ടില് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ കാട്ടുവള്ളികളിലൂടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന, മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാട് വിളയാട് യൂസി, ഇപ്പം മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ കല്ലുരസി തീ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അവിടുന്ന് കുറേ ഇന്നോവേഷൻസും ഇൻവെൻഷൻസും നടത്തിയ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, കാട്ടുവാസികളുണ്ടായിരുന്നു. അവിടുന്ന് നിയോലിത്തിക് മനുഷ്യർ വരുന്നു, കൃഷിക്കാർ വരുന്നു, പിന്നെ ഒരു സംസ്കാരം ഉടലെടുക്കുന്നു, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിസുന്ദരമായിട്ടുള്ള സിറ്റികളും നഗരങ്ങളും ട്രേഡും കപ്പലുകളും, അല്ലെങ്കിൽ ഈ കോട്ടൺ ഇൻഡസ്ട്രീസ് ഒക്കെയുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു സംസ്കാരം, അർബനൈസ്ഡ് ആയിട്ടുള്ള സംസ്കാരം, സ്വന്തമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള വീടുകൾ, അല്ലേ? അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്, ഈ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ലേഡീസ് ഉള്ള സിറ്റികൾ. അപ്പോൾ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സിന്ധു നദീതട സംസ്കാരത്തിലേക്ക് ഞാൻ വരുന്നു. അതിനുശേഷം ആര്യന്മാരുടെ അറൈവൽ, കുതിരപ്പുറത്ത് വരുന്ന ആര്യന്മാർ, അവർ യുദ്ധം ചെയ്യുന്നു. ഇവിടെയുള്ള ഗോത്രങ്ങളായിട്ടും അവർ പരസ്പരം യുദ്ധങ്ങൾ ചെയ്യുന്നു, അവർ ഗ്രാമങ്ങളിൽ വസിക്കുന്നു. പിന്നെ അവരുടെ സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സിൽ കുറേ മാറ്റങ്ങൾ വരുന്നു. ഇവിടെയുള്ള എപ്പിക്സ് അല്ലെങ്കിൽ സോകോൾഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഉടലെടുക്കുന്നു, കുറേ സംസ്കൃതികൾ ഉടലെടുക്കുന്നു, കുറേ പരമ്പരകളും ഗോത്രങ്ങളും ഉടലെടുക്കുന്നു. അവിടെ ബുദ്ധിസം, ജൈനിസം പോലുള്ള മൂവ്മെന്റ്സ് സംഭവിക്കുന്നു. ബുദ്ധനും മഹാവീരനും പഠിപ്പിച്ചത് ഒന്ന് തന്നെയാണ്, പക്ഷെ പഠിപ്പിച്ച രീതിയിലും പഠിപ്പിച്ച കാര്യങ്ങളിലും ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഇതൊക്കെ സമൂഹത്തെ പല രീതിയിൽ സ്വാധീനിക്കുന്നു. സമൂഹത്തിലും അതുപോലെ തന്നെ പൊളിറ്റിക്സിലും അല്ലെങ്കിൽ റിലീജിയനിലും കൾച്ചറിലൊക്കെ കുറേ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ശരിയല്ലേ? മൗര്യന്മാരുടെ കൾച്ചറിലേക്ക് ഞാൻ വരുന്നു, അവിടെ ഞാൻ അശോകനെ കാണുന്നു. അല്ലെങ്കിൽ അവിടെ നിന്നും ഞാൻ കടന്നു പോകുമ്പോൾ പിന്നെ ഇൻഡോ ഗ്രീക്സിനെയും സംഘാസിനെയും കൺവാസിനെയും അല്ലെങ്കിൽ കുഷാനാസിനെയും ശതവാഹനാസിനെയും കാണുന്നു, അവരുടെ യുദ്ധങ്ങൾ കാണുന്നു. ഗുപ്തന്മാരിലേക്ക് വരുന്നു, സമുദ്രഗുപ്തനെയും വിക്രമാദിത്യനെയും അവരുടെ യുദ്ധങ്ങളും അവരുടെ റിഫോംസും കാണുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു, അവർ ഇന്ത്യനെ കുറിച്ച് നടത്തുന്ന വിലയിരുത്തലുകൾ ഞാൻ പഠിക്കുന്നു. അവിടെയുള്ള സ്ത്രീകളുടെ ലൈഫ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനം എങ്ങനെയായിരുന്നു, അവർക്കുണ്ടായിരുന്ന സോഷ്യോ കൾച്ചറൽ പരിമിതികൾ എന്തൊക്കെയായിരുന്നു, അവിടുത്തെ എഡ്യൂക്കേഷൻ സമ്പ്രദായം എന്തായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാര പൈതൃകങ്ങൾ എന്തൊക്കെയായിരുന്നു, ശരിയല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന മനുഷ്യനാണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ. ശരിക്കും ഞാനൊരു സിനിമ കാണുന്ന പോലെ, ഒരു എപ്പിക് മൂവി കാണുന്നത് പോലെ ഞാൻ ഹിസ്റ്ററിയിലെ പല അനുഭവങ്ങളെ, അല്ലെങ്കിൽ പല എന്താ പറയുക, സംഭവവികാസങ്ങളെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമമാലയിൽ കോർത്തിണക്കി ഞാൻ അതിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ മോഡേൺ ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ മുഗളന്മാരുടെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ആഗമനം, യൂറോപ്യൻസിന്റെ ആഗമനം, യൂറോപ്യൻസിൽ തന്നെ അതിശക്തരായിട്ടുള്ള ബ്രിട്ടീഷ്, ഒരു കുഞ്ഞ് ഐലൻഡ് നാഷൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് അവരുടെ സ്ട്രോങ് നേവിയും, അല്ലെങ്കിൽ അത്രയും ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അവരുടെ ഒരു ആർമിയും, പിന്നെ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ കഴിവുകൊണ്ട് വലിയൊരു സാമ്രാജ്യ ശക്തിയായിട്ട് മാറുന്നു, കൊളോണിയൽ പവറായിട്ട് മാറുന്നു, മറ്റുള്ള യൂറോപ്യൻസിനെ പരാജയപ്പെടുത്തുന്നു. പിന്നെ ഞാൻ പഠിക്കുന്ന ചരിത്രം, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇവിടെ ഒരു കോളനി ബിൽഡ് ചെയ്തത്, ഇന്ത്യനെ അവരുടെ ഏറ്റവും വലിയ ഒരു കോളനിയാക്കി മാറ്റിയത്, അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ചെറുത്തുനിൽപ്പുകൾ എന്തൊക്കെയായിരുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര അല്ലെങ്കിൽ സമരം, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അതിൻ്റെ സമര രീതികൾ, മുറകൾ, ആ കാലഘട്ടങ്ങളിലെ പല ഈവൻറ്റ്സ്, ഇതൊക്കെ ഞാൻ ശരിക്കും ഞാൻ ടൈം ട്രാവൽ ചെയ്യുകയാണ്, ഞാൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റോറി മോഡൽ നിങ്ങൾ ഹിസ്റ്ററിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഈസിയസ്റ്റ് സബ്ജക്ട് ടു എക്സ്പ്ലോർ, not only for UPSC CSE, also for other UPSC exams and for other this degree level competitive exams. And history നമുക്ക് ഒരിക്കലും
ആരൊക്കെ എന്തൊക്കെ മാറ്റി എഴുതിയാലും ആരൊക്കെ എന്തൊക്കെ മാറ്റി മറച്ചാലും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാത്തിൻ്റെയും എല്ലാ ഡിസിപ്ലിൻസിൻ്റെയും ബേസ് ആണ്. ഹിസ്റ്ററി ഇല്ലാണ്ട് എന്ത് എക്കണോമി, ഹിസ്റ്ററി ഇല്ലാണ്ട് എന്ത് ജോഗ്രഫി, ഹിസ്റ്ററി ഇല്ലാണ്ട് എന്ത് പൊളിറ്റി, ഹിസ്റ്ററി ഇല്ലാണ്ട് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാത്തിനും ഹിസ്റ്ററി ഉണ്ട്. എല്ലാം തുടങ്ങുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിൽ നിന്നാണ്. ആൻഡ് ഹിസ്റ്ററി നമുക്ക് വേണ്ടത് ശരിക്കും സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഹിസ്റ്ററി നമുക്കുണ്ട്. പാണന്മാർ പാടി നടന്നതല്ല നമ്മുടെ ഹിസ്റ്ററി. പല മൾട്ടിപ്പിൾ പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസും ഫോറിൻ സോഴ്സസും ഇൻഡിജീനിയസ് സോഴ്സസും സയന്റിഫിക് എക്സാമിനേഷൻസിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ആക്ച്വലി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക ശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിൾസിലും കൃത്യമായ ഒരു ധാരണയുള്ള ഒരു ആസ്പിറൻ്റ് ആയിരിക്കും പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും കൂളായിട്ട് ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്റ്റഡീസ്, അതിലൂടെ കണ്ടെത്തിയ സയൻറ്റിഫിക് ഒബ്സർവേഷൻ, സയൻറ്റിഫിക് റിസൾട്ട്സ്, അതിൻ്റെ ആകെത്തുകയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററി ഐ വുഡ് ഓൾവേസ് സേ. പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ്, ഇന്നോവേഷൻസ് വേണം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ പ്രിപ്പയർ ദ ചാർട്ട് ഓഫ് ദിസ് chronology of the dynasties, chronology of or timeline of this popular battles, or this, like the timeline of these important events from ancient to medieval to modern times. Okay, you can prepare a Y chart. Why Kit India, why NCM, why CDM, why Gupta era, golden era, why post-Mauryan dark age. You must have a Y chart. Yes, sir. So it's all personal, it's all subjective. പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അത് നിങ്ങളൊരു റിസർച്ച് പേപ്പറായിട്ട് ഹിസ്റ്ററിനെ കാണരുത്, നമ്മുടെ ഒരു എവല്യൂഷനായിട്ട് ഹിസ്റ്ററിനെ കാണുക. നമ്മൾ പരിണമിച്ച, അല്ലെങ്കിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് കാണുന്ന എല്ലാ വ്യവസ്ഥിതികളും, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ പാർലമെന്റ്, ഇന്ത്യയുടെ ഗവർണൻസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജുഡീഷ്യറി, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യയുടെ റെയിൽവേ സിസ്റ്റം, ഇതിനെല്ലാം ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ പാസ്റ്റിനെ പ്രസന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഹിസ്റ്ററി വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. സോ ഇന്ന് നമ്മളാണെങ്കിൽ ഏതൊരു എക്സാം എടുത്താലും ഒരു എസെൻഷ്യൽ പാർട്ടാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ UPSC ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? UPSC കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, മേ ബി നിങ്ങളുടെ കയ്യിൽ ഒരു ഇയർലി കമ്പൈലേഷൻ ഉണ്ടാവും, ശരിയല്ലേ? ഒരു 100-150 അല്ലെങ്കിൽ 200 പേജസിലേക്കുള്ള ഒരു കമ്പൈലേഷൻ, ഒരു വർഷത്തെ കമ്പൈലേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഗാലന്റിന്റെ ഒരു കമ്പൈലേഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പൈലേഷൻ ആണ് ഇത്. ഞാൻ ഓൺലൈൻ കുട്ടികളോടും കൂടി പറയുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഗോ ത്രൂ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 10+ questions ക്യാൻ ബി സ്ട്രൈറ്റ് അവേ ആൻസർഡ് ഫ്രം ദാറ്റ് കമ്പൈലേഷൻ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം നിങ്ങളൊരു 5 പേജ് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് പഠിക്കുക. ഇപ്പോൾ സൺഡേ വരുന്നത് സയൻസ് ആണ്, അതിന് ശേഷം പൊളിറ്റി, അതിന് ശേഷം എക്കണോമി, അതിന് ശേഷം ജോഗ്രഫി. സബ്ജക്ട് വൈസ് നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 150 പേജസ് അല്ലെങ്കിൽ 160 പേജസ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ 5 പേജസ് ആർട്ടിക്കിൾസ് നിങ്ങൾ കവർ ചെയ്യുന്നു. മേ ബി 10-30 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ 50 ആർട്ടിക്കിൾസ്. വളരെ നമ്മളത് ചെയ്തിരിക്കുന്ന പക്ക പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനും പഠിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കൂളായിട്ട് എല്ലാ ദിവസവും ഒരു നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 20 to 30 കറണ്ട് അഫെയർ ടോപ്പിക്സ് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾ കറണ്ട് അഫെയർസിന്റെ ഒരു വർഷത്തെ കറണ്ട് അഫെയർസ് ഡെയിലി നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് പോവുക. അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ടെസ്റ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ കറണ്ട് അഫെയർസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ നിങ്ങൾ എഴുതണം, ടെസ്റ്റുകൾ എടുക്കണം. ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാവുന്നത്, നമ്മുടെ സൈഡിൽ എക്സലൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സൽ ആവുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് ഇനിയിപ്പോൾ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയത്തില്ല മന്ത്ലി കമ്പൈലേഷൻസും മാഗസിൻസും ഫോളോ ചെയ്യാൻ പറയത്തില്ല. പക്ഷേ ഒരു ഇയർലി മാഗസിൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നല്ല രീതിയിൽ അത് വർത്താണ്, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, മൾട്ടിപ്പിൾ തവണ റിവിഷൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സബ്ജക്ട് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോയാൽ മതി. സോ തിങ്സ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു.
ഓക്കെ സാർ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പ്രിലിംസിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഈ പോയിന്റ് ഓഫ് ടൈമിൽ മെയിൻസിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? Mains is, I would say that, see, as of now, മെയിൻസിന് കൂടുതലായിട്ട് വെയിറ്റേജ് കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓപ്ഷണൽ ഈ പറയുന്ന പ്രിലിംസിൽ ഗുണം ചെയ്യുന്ന ഓപ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമി ഇങ്ങനെയുള്ള ഓപ്ഷണൽസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി 1 മണിക്കൂർ 2 മണിക്കൂർ അതിൽ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കറണ്ട് പാറ്റേണിൽ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടൊക്കെയാണ് സ്റ്റാറ്റിക് ഏരിയാസിൽ നിന്ന് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ആൻസർ റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഇപ്പോൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പോൾ ഡെയിലി ഒരു ആൻസർ വെച്ച് എഴുതുന്ന ഒരു രീതി ഉണ്ടെങ്കിലും അതിലും യാതൊരു തെറ്റുമില്ല. പ്രിലിംസ് ആയി എന്നതുകൊണ്ട് മെയിൻസിനെ മുഴുവനായിട്ട് ഡിവോഴ്സ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇതിനോടൊപ്പം അതിനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഓവർ സമയം കളയേണ്ട. സമയം കൂടുതലായിട്ട് പ്രിലിംസിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു എസ്സേ എഴുതി നോക്കുക. മെൻറ്ററിൻ്റെ എടുത്തുനിന്ന് അതിൻ്റെ ഒരു കറക്ഷൻ മേടിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 2-3 എസ്സേ പ്രിലിംസിന് മുമ്പായിട്ട് നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു എസ്സേ എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പക്ക മെയിൻസ് ആയിട്ടുള്ള സബ്ജക്ട്സ് തൽക്കാലം ടച്ച് ചെയ്യേണ്ട. ഇപ്പോൾ എത്തിക്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെച്ചേക്കുക. പക്ഷെ GS1, GS2, GS3 ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും നിങ്ങൾക്ക് പ്രിലിംസിന് ഉപകാരപ്പെടുന്ന മൊഡ്യൂൾസാണ്. അതൊരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിക്കോട്ടെ. പക്ഷെ കൂടുതൽ സമയം കൊടുക്കേണ്ടത് അത് പ്രിലിംസിന് തന്നെയായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. 2026 നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത് സാറിന്? 2026 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ തുടങ്ങും. ഡോണ്ട് ഡിലേ, ബിക്കോസ് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ നത്തിങ് ആൻഡ് നോ വൺ. ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം ജസ്റ്റ് ലൈക്ക് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ ഒരു ദിവസം നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. NCERT ബേസിക്സ് തൊട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഡിലേ ആക്കി കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ എക്സ്ട്രാ ബർഡൻ ഓൺ ഇറ്റ്. അത് ചിലപ്പോൾ നമ്മൾ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ എക്സാം നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ഹാർഡ് കോർ റിയാലിറ്റി. അപ്പോൾ എത്ര നേരത്തെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ബേസിക്സ് തൊട്ട് തുടങ്ങുക. NCERT ബേസിക്സ്, അതായത് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ഈ കോഴ്സ് സബ്ജക്ട്സിൻ്റെ NCERT ബുക്സ് തൊട്ട് തുടങ്ങുക. അല്ലെങ്കിൽ അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് തുടങ്ങുക. കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുക, പാറ്റേൺ മനസ്സിലാക്കുക, ഡിമാൻഡ് മനസ്സിലാക്കുക. പിന്നെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ്പെർട്ട് ഗൈഡൻസ് ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സാർ, ഇത്രയും നേരം നമ്മൾ പ്രിപ്പറേഷനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. അതിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ഈ കോച്ചിങ്ങിലോട്ട് വരുമ്പോൾ ഗാലന്റ് IAS എങ്ങനെയാണ് മറ്റു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ആവുന്നത്? ഗാലന്റ് IASനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഒരു ബുക്കിഷ് അപ്രോച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന 24/7 ഒരു ക്ലാസ് റൂം അപ്രോച്ചോ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി കണ്ടന്റ് നിങ്ങൾ പഠിപ്പിക്കും. കണ്ടന്റ് പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഈ പഠിച്ച കണ്ടന്റിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിലാണ് ഗാലന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വെറുതെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് കുറേ അവേഴ്സ് ആൻഡ് അവേഴ്സ് കുറേ ക്ലാസ്സസ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ ക്ലാസ്സസ് എടുത്ത് പോവുക എന്നതിനേക്കാൾ ഉപരി ഈ പഠിച്ച കണ്ടന്റിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു യുവർ പ്രിലിംസ് പേപ്പേഴ്സ്, മെയിൻസ് പേപ്പേഴ്സ്, അതിലായിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ പ്രിപ്പറേഷനിൽ നമുക്ക് വേണ്ടത്. പഠിച്ചതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ മെയിൻസിലാണെങ്കിൽ റെഗുലറായിട്ട് ആൻസർ റൈറ്റിങ്സ് നമുക്കുണ്ടാവും, റെഗുലറായിട്ട് ഫീഡ്ബാക്സ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഓവർ ക്രൗഡിങ് ആവാം നമ്മുടെ ഇഷ്യൂ, ചിലപ്പോൾ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഇഷ്യൂ. ചിലപ്പോൾ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ പകരം കൺക്ലൂഷന് വരെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി പോർഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്തു, പകുതി പോർഷൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ഒന്ന്, പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിൽ ശരിക്കും ഓരോ കോൺസെപ്റ്റ് പഠിച്ച് നമുക്ക് ഒരു കാച്ചിക്കുറുക്കിയ കവിത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചുരുങ്ങിയ സ്പേസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് 6 മിനിറ്റിൽ 10 മാർക്സിന്റെ 150 വേർഡ്സിന്റെ ഒരു ആൻസർ നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റണം വിത്ത് എ പ്രോപ്പർ സ്ട്രക്ചർ. അപ്പം ദ തിങ് ഈസ് ദാറ്റ് വെറുതെ കണ്ടന്റ് നമ്മൾ കുറേ കാണാപ്പാഠം പഠിച്ചു പോയിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് കവർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് റൂം പ്രോഗ്രാംസ് ചെയ്തിട്ടോ അത് വേണം. അതിനോടൊപ്പം തന്നെ if you really wish to clear this exam, you must know how it must be applied in the papers. So I hope and I sincerely believe that is something because of which Gallant IAS stands out. Okay, sir. Thank you for your time.
Thank you so much for your valuable questions, queries, and I hope we spent a very valuable time. It will be useful for our For sure, other sir. aspirants also. Thank you so much. Thank you, Thank sir. you, sir. Gallant IAS, chasing your passion to ace.